കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം ചുങ്കത്ത് മരം വീണ് മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരത്തിനടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്തനംതിട്ട കോന്നിയിൽ വീടിന്റെ അടുക്കള മഴയിൽ തകർന്നു. ശക്തമായ മഴയാണ് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത്. രാവിലെയും മഴ തുടർന്നു. ശക്തമായ കാറ്റും വീശിയതോടെയാണ് കോട്ടയം ചുങ്കത്ത് വഴിയരികിൽ നിന്ന് കൂറ്റൻ മരം കടപുഴകിയത്. റോഡിലേക്ക് മരം വീണതോടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ചുങ്കം സ്വദേശികളായ ആരോണും സഹോദരി അലീനയും ഓട്ടോയിൽ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം. ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ലൈൻ ഷോർട്ട് ആവുന്നതുകൊണ്ട് സ്ലോ ആക്കിയതാ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു. ആ സമയത്ത് അതിനടിയിലായിരുന്നോ? അടിയിലായിരുന്നു. എത്ര നേരം കഴിഞ്ഞാ പുറത്തിറങ്ങി? 10 മിനിറ്റ് ലൈനെല്ലാം ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇറങ്ങിയത്. ആൾക്കാരെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പറഞ്ഞു ഇറങ്ങരുതെന്ന് പറഞ്ഞു. ശേഷം ഓഫായതിനു ശേഷമാണ് ഇറങ്ങിയത്. വീട്ടിലാര് ഞാനും അവളും മാത്രം ഉണ്ടായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വീടിനും മരം വീണ് കേടുപാടുകൾ ഉണ്ടായി. ഞാൻ പോന്നു കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അവർ പോന്നു കഴിഞ്ഞപ്പോൾ മരത്തിന്റെ ഇടയിലായി കറക്റ്റ് ഒരടിയിടം വന്നിരുന്ന വണ്ടിയുടെ അടിയിലോട്ട് പോയാനെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് രക്ഷ. പലവട്ടം അധികാരികളോട് ഇവിടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, വെട്ടണമെന്ന് പറഞ്ഞു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് മരം വെട്ടിമാറ്റിയത്. 4 മണിക്കൂറിലധികം മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട കോന്നിയിൽ കനത്ത മഴയിൽ ഒരു വീടിന്റെ അടുക്കള ഇടിഞ്ഞു വീണു. പുതുവാരത്തിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കളയാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പത്തനംതിട്ട ബ്യൂറോയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം.